ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേ, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hello dear students, welcome to Lakshya School Bus. Myself Kabir, your computer application faculty. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 കൊമേഴ്സിനകത്തെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലെ 11th ചാപ്റ്റർ ആണ്. 11th ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT ആണ്. ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ICT? ICTയുടെ ഫുൾ ഫോം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ICT പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് നമുക്ക് എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ, ഇപ്പൊ നമുക്കറിയാം മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് അല്ലേ, ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നുണ്ട്, iOS ഉപയോഗിക്കുന്നുണ്ട്, അതിന് ഓരോ വേർഷൻസ് ഉണ്ട്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇന്ന് 5G ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അങ്ങനെ ഓരോ ജനറേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ആ ജനറേഷൻസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇഷ്യൂസ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരിടുന്നത്, അപ്പോൾ അതിനെങ്ങനെ പരിഹരിക്കാം, ഏതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ICT. IT നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IT എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IT എന്ന് പറയുന്നത്. അപ്പോൾ ICT പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ICT? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എല്ലാം കൂടിയതാണ് എന്ത് ICT എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ ഡാറ്റ തീർന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആകെ പ്രശ്നമാണ്. മൊബൈൽ ഫോണിനകത്ത് 1 GB ഡാറ്റ കയറ്റി അതങ്ങ് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വാല്യൂ ആഡഡ് പാക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീചാർജ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു നിമിഷം പോലും ഇന്റർനെറ്റ് ഇല്ലാതെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കാതെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു സർവീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സൈബർ ക്രൈംസ് ഉണ്ട്, ഈ സൈബർ ലോ ഉണ്ട്, അങ്ങനെയുള്ള സൈബർ ലോസ് ഏതൊക്കെയാണ്, അങ്ങനെ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പൊ അങ്ങനെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഒരു 5-6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ എടുക്കുന്ന സെഷൻ നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം ബാക്കി നമുക്കൊരു 3 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ 57 മാർക്ക് നോക്കിയാൽ മതി. 60 മാർക്കിൽ നമ്മൾ ഫുൾ മാർക്കാണ്, നമ്മുടെ ക്ലാസ് കേട്ട് നമ്മൾ നന്നായി പഠിച്ചാൽ നമ്മൾ ഫുൾ മാർക്കാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ എന്താണ് ICT എന്ന് പറഞ്ഞാൽ? ICT എന്ന് പറയുന്ന ടേമിന്റെ ഫുൾ ഫോം ഓർത്തു വെക്കണം. എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ്. അപ്പൊ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് IT-യുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സിനോണിംസ് ആണ്. അപ്പൊ ICT ടേം അല്ലെ, ഒരു എക്സ്പാൻഡഡ് ഫോം. IT ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമല്ല, അതിനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ആണ്. കമ്മ്യൂണിക്കേഷനും കൂടി IT-ക്കകത്ത് എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ICT. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് അല്ലെ, ICT ഈസ് മോർ സ്പെസിഫിക് ഇൻ ഇന്റഗ്രേറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിനെ രണ്ടും കൂടി, ടെലികമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടറും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ ICT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ICT-യുടെ ഫുൾ ഫോം ആണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് ICT എന്ന് പറയുന്നത്? ICT എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ICT എന്ന് പറയാം. അപ്പൊ ICT-യുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ICT എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ICT. അപ്പൊ കമ്പ്യൂട്ടറും ടെലികമ്മ്യൂണിക്കേഷൻ രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ICT എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. പറയുന്ന മൊബൈൽ കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോർട്ടബിലിറ്റി വോയിസസ് വേണം. അപ്പൊ എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? വൈൽ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡിവൈസ് ഒക്കെ വയർലെസ് ആയിട്ട് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിനകത്ത് പഠിച്ചിട്ടുണ്ട്.
വൈഫൈ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ബ്രോഡ്ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് പറയാം, നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, ഇപ്പൊ 5G എത്തി നിൽക്കുകയാണ്. 5G ആണ്. നമ്മൾ 4G ഇപ്പൊ പലരും 4G ഉപയോഗിക്കുന്നുണ്ട്, പലരും ഇപ്പൊ എന്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നു, 5G അല്ലെ. 5G വരുമ്പോൾ 4G ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 5G ഫോൺസ് 5G തന്നെ പല ബാൻഡ് വിഡ്ത്തുള്ള 5G ടെക്നോളജികളുണ്ട്. അപ്പൊ എല്ലാം അല്ലെ. അപ്പൊ നമുക്കറിയാം 5G വാങ്ങിക്കുമ്പോൾ ഒരു 15 വേരിയൻസ് ഉണ്ട് തന്നെ നമുക്കറിയാം. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള 5G ഫോണുകളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ ടെക്നോളജി എന്ത് ചെയ്യുന്നു, ടെക്നോളജി ഇങ്ങനെ ആളുകൾ ഫോണുകൾ അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ടെക്നോളജി എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് ചെയ്യുന്നത്. അപ്പൊ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്? വൈൽ ട്രാവൽ we can send or transmit or receive or transmit data or communication. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നുകൊണ്ടും ആരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ അയക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെയാണ് മൊബൈൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെയാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. വാട്ട് ഈസ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ടെക്നോളജി ദാറ്റ് കമ്പ്യൂട്ടിംഗ് കാപ്പബിലിറ്റി ഓഫ് അല്ലെ ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ഡാറ്റ വൈൽ മോഷൻ. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. മോഷൻ, നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ എന്തിനെ ആക്സസ് ചെയ്യാൻ പറ്റുക, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റുക, ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് വേണം. മൊബൈൽ കമ്പ്യൂട്ടിംഗ് റിക്വയർസ് എന്തൊക്കെ വേണം, പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്താണ്, ഈ പറയുന്ന ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺസ് ഒക്കെ വേണം. ഹായ്, ഗുഡ് ഈവനിങ് സിബി, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇവിടെ എന്താണ്, അത്തരത്തിലുള്ള ഒത്തിരി എന്താണ് സ്മാർട്ട് ഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ കമ്പ്യൂട്ടിംഗ് അവൈലബിൾ. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അകത്ത് ഇനി മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞെങ്കിൽ അടുത്തെന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, വൈൽ മോഷൻ നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. പക്ഷേ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മൊബൈൽ തന്നെയാണ് അല്ലെ. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു 10 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന പോലെയാണോ മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഇല്ലേ. ഫസ്റ്റ് ജനറേഷൻ എന്നിട്ട് മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റവല്യൂഷനൈസ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ എന്ന് പറയുന്നതിന്റെ വാക്ക് തന്നെ മാറിപ്പോയി. മൊബൈൽ ഫോൺ ആണ് അല്ലെ. എല്ലാവരും മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ഫോണിലേക്ക് എത്തി, അത്രയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയും, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടേം മൊബൈൽ ഹാസ് കംപ്ലീറ്റ്ലി റെവല്യൂഷൻ കമ്മ്യൂണിക്കേഷനിനകത്ത് അല്ലെ. വലിയൊരു റെവല്യൂഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. നമുക്കറിയാം ബാക്ക് ബോൺ, ഒരു സൊസൈറ്റിയുടെ ബാക്ക് ബോൺ ആണ്. നമുക്ക് മൊബൈൽ ഇല്ലാതെ ഒരാൾക്ക് മൊബൈൽ, അതായത് സ്മാർട്ട് ഫോൺ തന്നെ വേണം. അല്ലെ, മൊബൈൽ ഇല്ലാതെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി, ഏതൊരു സൊസൈറ്റിയുടെയും ബാക്ക് ബോൺ ആയിട്ട് ഇപ്പൊ എന്താ ഉള്ളത്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എല്ലാവർക്കും ഇപ്പോൾ 1 2 3 സിം ഉള്ളവരുണ്ട്. 2 മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള ആളുകളാണ് ഇപ്പൊ ഉള്ളത് അല്ലെ. 1 2 ഫോണുകളെ ഓഫീഷ്യൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് ടെക്നോളജീസ് എന്ത് ചെയ്തു, മൊബൈൽ സിസ്റ്റം ടെക്നോളജി സ്റ്റാൻഡേർഡ് അല്ലെ, ലിവിങ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു കൂട്ടി, ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കും. അപ്പൊ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 2 ഡിവൈസുകൾ തമ്മിൽ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ കണക്ഷൻ ആവശ്യമില്ല. ഫിസിക്കലി ഒരു ഡാറ്റ, നമുക്ക് അവിടെ ഒരു കണക്ഷന്റെ ഒരു ഫിസിക്കൽ ലൈനിന്റെ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നമുക്കറിയാം സിഗ്നൽസ് ഉപയോഗിച്ചിട്ട്, എന്ത് സിഗ്നൽസ്, റേഡിയോ വേവ്സ് പോലെയുള്ള സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഡു നോട്ട് ഡിപ്പെൻഡ് എനി ഫിസിക്കൽ കണക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ 2 ഡിവൈസസ് ആണ്. 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല, അവർക്ക് ഫിസിക്കൽ കണക്ഷന്റെ കണക്ടിവിറ്റിയുടെ ആവശ്യമേ വരുന്നില്ല. ഇങ്ങനെ ഒരു ഫിസിക്കൽ കണക്ഷന്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് പറയാൻ പറ്റില്ലേ, മൊബൈലിനെ കുറിച്ച് ചോദിച്ചാൽ, മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാദോരാതെ സംസാരിക്കാൻ പറ്റും. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പറയുന്നത്, ഓരോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ് നമ്മൾ പറയുന്നത്. ജനറേഷൻസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ജനറേഷൻസ് ആണ് പറയുന്നത്. ഒരുപാട് ജനറേഷൻസ്, 5 ജനറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ 5 ജനറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, മൊബൈൽ ഫോൺ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1946 മൊബൈൽ ഫോൺ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. 46 ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. സെല്ലുലാർ കൺസെപ്റ്റ് ആയിരുന്നു അന്ന്. നമുക്ക് ഒരു ബെൽ ലബോ അതൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറഞ്ഞെന്നുള്ളൂ. ഇത്രയും കുറെ മൊബൈൽ ഫോൺസ് അല്ലേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ് അല്ലെ. ഇപ്പൊ പുതിയ ഇന്നൊന്നിലൊക്കെ ആയിട്ട് പുതിയ മറ്റേ നമ്മുടെ സാംസങ്ങിന്റെ ഒക്കെ
S25 അല്ലെ, സാംസങ് S25 അൾട്ര ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നു, അൾട്ര ഇറങ്ങാൻ പോവുകയാണ് അല്ലെ. വലിയ കൂടിയ മൊബൈൽ ഫോൺസ് ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ 5G സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽസ് അല്ലെ, അതുപോലെ തന്നെ iPhone 16. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വർഷം തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ടെക്നോളജി ഡെവലപ്മെന്റ്, അതിന്റെ പ്രോസസിങ് സ്പീഡൊക്കെ കൂടിക്കൊണ്ടിരുന്ന ഡെവലപ്മെന്റ്. പക്ഷെ ആദ്യകാലങ്ങളിൽ ഫസ്റ്റ് വന്നത് ഇപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണം. ഫസ്റ്റ് ജനറേഷനകത്ത് എന്താണ്, സെക്കൻഡ് ജനറേഷനകത്ത് എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനകത്ത് നമുക്ക് വോയിസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയക്കാൻ പറ്റും. ഫസ്റ്റ് ജനറേഷനകത്ത് എന്ത് മാത്രമാണ്, ഫസ്റ്റ് ജനറേഷനകത്ത് കോളും അനലോഗ് മാത്രമാണ്. നമുക്ക് ഇവിടെ എന്താണ് 1G എന്നാണ് പറയാ. ഫസ്റ്റ് ജനറേഷൻ എന്താ പറയാ, നമ്മൾ 1G ആണ്, 1G നെറ്റ്വർക്ക് അല്ലെ. ഫസ്റ്റ് ജനറേഷനകത്ത് ഇത് കോമൺ ആയിട്ട് ടെക്നോളജി ഡെവലപ്ഡ് അറൌണ്ട് എന്താണ് 1980-കളിലാണ് ഫസ്റ്റ് ജനറേഷൻ വന്നത്. ഇവിടെ എന്താണ് അനലോഗ് സിസ്റ്റം ആണ്. 1G മൊബൈൽ ഫോൺ വേർ ബേസ്ഡ് ഓൺ എന്താണ് അനലോഗ് സിസ്റ്റം ആണ്. പ്രൊവൈഡ് ബേസിക് വോയിസ് ഫെസിലിറ്റി ഉണ്ട്. വോയിസ് കോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോയിസ് അല്ലെ, നമുക്ക് ശബ്ദം മാത്രം. ഡാറ്റ എന്ന് പറയുന്ന സംവിധാനം അതിനകത്തില്ല. ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് അതിനകത്തില്ല. ഇവിടെ എന്താണ് നമുക്ക് ഫസ്റ്റ് ജനറേഷനകത്ത് എന്താണ് ടെക്നോളജി, വോയിസ് എന്താണ്, വോയിസ് ഫെസിലിറ്റി മാത്രമാണ് ഇവിടെ ഉള്ളത്. വോയിസ് ഫെസിലിറ്റി ആണ് എന്ത്, ഓൺലി വോയിസ് ഫെസിലിറ്റി ആണ് എവിടെ ഉള്ളത്, ഈ പറയുന്ന ഫസ്റ്റ് ജനറേഷനകത്തുള്ളത്. വോയിസ് ഫെസിലിറ്റി ആണ് ഫസ്റ്റ് ജനറേഷനകത്തുള്ളത് കേട്ടോ. വോയിസ് ഫെസിലിറ്റി മാത്രമാണ് എവിടെ ഉള്ളത്, ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നിങ്ങൾ നോക്കുക, എന്ത് ഫെസിലിറ്റി മാത്രമാണ്, വോയിസ് ഫെസിലിറ്റി മാത്രം. പക്ഷെ നമുക്ക് പഠിക്കേണ്ട മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷനകത്ത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ 2G ആണ്. സെക്കൻഡ് ജനറേഷൻ എന്താണ്, 2G ആണ്, 2G. അപ്പൊ ഇവിടെ ഒരു ഡിജിറ്റൽ സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് ഡാറ്റയുണ്ട്. നമുക്ക് എന്താണ് 2Gക്കകത്ത് നമുക്ക് വോയിസും അയക്കാൻ പറ്റും, അതുപോലെ അതായത് നമുക്ക് ഫോൺ വിളിക്കാനും പറ്റും, നമുക്ക് ഡാറ്റയും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്. അപ്പൊ 2G ഫോൺ അല്ലേ, അപ്പൊ നമുക്ക് ഡാറ്റനെ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഓഡിയോ ക്വാളിറ്റി ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ദ ഓഡിയോ ക്വാളിറ്റി. സെക്കൻഡ് ജനറേഷനകത്ത് ഓഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2G നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, ഡിജിറ്റലി എൻക്രിപ്റ്റഡ് ആണ്. ഇവിടെ എന്താണ്, ഡാറ്റ സർവീസും ഉണ്ട്. എന്താണുള്ളത്, അതാണ് മെയിൻ പോയിന്റ്. എന്താണുള്ളത്, ഡാറ്റ സർവീസ്, ഇൻട്രൊഡ്യൂസ്ഡ് ഡാറ്റ സർവീസ്. പിന്നെ മാത്രമല്ല നമുക്ക് MMS അയക്കാൻ പറ്റും. എന്താണ് MMS? അപ്പൊ MMSന്റെ ഫുൾ ഫോം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് MMSന്റെ ഫുൾ ഫോം എന്താണ്? MMS എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിമീഡിയ സർവീസ് ആണ്. മൾട്ടിമീഡിയ സർവീസ് നമുക്ക് അതിനകത്ത് വീഡിയോ, ഓഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടിമീഡിയ സർവീസ്. അതായത് സാധാരണ SMS എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. SMS എന്താണ്, ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. ഈ SMS അത് നമ്മൾ പഠിക്കും, ഇന്ന് തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ SMSന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് പറയാം. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ്, ഷോർട്ട് മെസ്സേജ് സർവീസ്. അപ്പോൾ ഈ എന്താണ് MMS, എന്താണ് മൾട്ടിമീഡിയ മെസ്സേജ്, മൾട്ടിമീഡിയ അല്ലെങ്കിൽ മൾട്ടിമീഡിയ മെസ്സേജ് സർവീസിനാണ് എന്ത് പറയുന്നത്, MMS എന്ന്. അപ്പൊ ഈ MMS SMS ഒക്കെ എവിടെയാണ് വരുന്നത്, ഈ പറയുന്ന സെക്കൻഡ് ജനറേഷനകത്താണ് എന്ത് വരുന്നത്, MMSഉം SMS വരുന്നത്. ഹായ് അജ്മൽ. ഓക്കെ, MMSഉം SMS ഒക്കെ വരുന്ന എവിടെയാണ്, ഈ 2Gക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വരുന്നുണ്ട്, MMS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത് 2G ആണ്. ഏതാണ്, GSM എന്ന് പറയും. അപ്പൊ GSMന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്താണ് GSM? അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, 2 സ്റ്റാൻഡേർഡുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന 2Gക്കകത്ത് 2 സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. GSMൽ അകത്ത് തന്നെ 2 എണ്ണം വരുന്നുണ്ട്, 2 ടെക്നോളജി വരുന്നുണ്ട്. GPRS വരുന്നുണ്ട്, അതുപോലെ തന്നെ GPRSഉം അതുപോലെ തന്നെ വേറെ ഒരു ടെക്നോളജി നമ്മൾ എഡ്ജ് എന്ന് പറയുന്ന ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സെക്കൻഡ് ജനറേഷനകത്ത് വരുന്നത് GSMനകത്ത്. അതുപോലെ തന്നെ CDMA. അപ്പൊ നിങ്ങൾ നോക്കും, ഈ CDMA എന്താണ്? CDMA എന്ന് പറയുന്നത് ഫുൾ ഫോം ഒരു തവണ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, CDMAയുടെ ഫുൾ ഫോം. അപ്പൊ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള സെക്കൻഡ് ജനറേഷനകത്ത് പോപ്പുലർ ആയിട്ടുള്ള 2 2G സിസ്റ്റംസ് ആണ്. ഒന്ന് എന്താണ്, GSMഉം, അത് നമ്മൾ പഠിക്കും, GSMഉം CDMAയും. എന്താണ് CDMA? അപ്പൊ CDMAയുടെ ഫുൾ ഫോം എന്താണ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ്. എന്താണ് കോഡ് ഡിവിഷൻ? 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് CDMA? അപ്പൊ 2Gയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ്. 2G സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിരുന്ന 2G സെക്കൻഡ് ജനറേഷനകത്ത് മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ സെക്കൻഡ് ജനറേഷനകത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, CDMA എന്ന് പറയുന്നത്.
തേർഡ് ജനറേഷനിൽ വന്ന് WCDM ആണ്, വൈഡ് ബാൻഡ് ആണ്. അപ്പൊ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് പറയാ. CDMA എന്താ പറയാ? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് പറയാ. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് CDMA എന്ത് ചെയ്യുക പറയാ. GSM എന്ന് പറയുന്നതാണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ആണ്. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും സിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയും. സിം എന്ന്, അപ്പൊ 2G എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. ഇവിടെ എന്താണ്? ഡിജിറ്റൽ ആയിട്ടാണ് ഡാറ്റ, അല്ലെ? നമുക്ക് ഇവിടെ വോയിസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ MMS എന്ന് പറയുന്ന സർവീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എവിടെയാണ്? ഈ പറയുന്ന സെക്കൻഡ് ജനറേഷൻ ആണ്. വോയിസ് ക്വാളിറ്റി എന്ത് ചെയ്തു? കൂടുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ട് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈലും അതുപോലെ തന്നെ എന്താണ് CDMA എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്ന് കൊണ്ടുവന്നു. ഇനി പറയുന്നത് എന്താണ് ഇവിടെ എന്താണ് നമ്മുടെ GSM ആണ്. GSM നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. GSM സിമ്മുകൾ കണ്ടിട്ടില്ലേ? സിം കണ്ടില്ലേ? മൊബൈൽ ഫോണിലെ സിം. ഇപ്പോ എന്ത് സിമ്മാണ് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ സിമ്മുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫിസിക്കൽ സിമ്മിന്റെ ആവശ്യമില്ല. ഡിജിറ്റൽ സിമ്മാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലെ പുതിയ മൊബൈൽ ഫോണുകളിലൊക്കെ നമുക്ക് ഡിജിറ്റൽ സിമ്മുകൾ, അതായത് ഫിസിക്കൽ സിമ്മിന്റെ ആവശ്യം വരുന്നേ ഇല്ല. പിന്നെ അപ്പൊ എന്താണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ എന്നാണ് GSM. ലോകത്തെല്ലായിടത്തുള്ള ആളുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന GSM എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അമേരിക്കയിലുള്ള ആളെ വിളിക്കാൻ പറ്റുന്നത് അവരുടെ ആ GSMന്റെ ഭാഗമാണ്. ഗ്ലോബൽ സിസ്റ്റമാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്ലോബൽ സിസ്റ്റം ആണെന്ത് GSM എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കുക. GSM എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ആണ്. അപ്പൊ ഗ്ലോബലി ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഡിജിറ്റൽ എന്താണ്? സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. ഗ്ലോബലി, ലോകമെമ്പാടും ആണ് ഗ്ലോബൽ എന്ന് പറഞ്ഞത്. വേൾഡ് വൈഡ്, അതിനാണ് ഗ്ലോബൽ. ഗ്ലോബലി ആക്സെപ്റ്റഡ് എന്താണ്? ഒരു കൺസെപ്റ്റ് ആണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അവർ എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? GSM എന്ന് പറയുന്നത്. അപ്പൊ GSM എന്താണ്? വാട്ട് ഈസ് GSM എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എന്താണ് GSM? GSM ഈസ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് എന്താണ്, അല്ലെങ്കിൽ ഗ്ലോബലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ആണ് ഫോർ സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള, അല്ലേ? ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ഒരു ടെക്നോളജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന GSM. അപ്പൊ GSMലാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ സിമ്മിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, അല്ലെ? സിമ്മിന്റെ ഫുൾ ഫോം പലർക്കും ഇപ്പോഴും അറിയുന്നില്ല. സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സിം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ്. സബ്സ്ക്രൈബർ, അപ്പൊ ഇതൊന്ന് നോക്കുക. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ, സിം എന്ന് പറയുന്ന, അല്ലെ? സിം എന്ന്. അപ്പൊ GSM ഒരു യൂണിഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ലോകത്തെ എല്ലായിടത്തും എല്ലാ ഡിവൈസുകളിലും നമുക്ക് എന്താണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ അമേരിക്ക കൊണ്ടുപോയി നമ്മുടെ മൊബൈലോട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? അവിടുത്തെ സിം ഇട്ടാൽ മതി, അല്ലെ? ഇപ്പൊ നമുക്ക് റോമിംഗ് ഉണ്ട്. ഇന്റർനാഷണൽ റോമിംഗ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളിപ്പോ ഫോൺ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ, നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഗൾഫിലാണെങ്കിൽ അവർക്ക് അവിടെ നമ്മുടെ ഈ പറയുന്ന സിം തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇന്റർനാഷണൽ റോമിംഗ് എന്ന് പറയുന്ന അത്രയും ഭീമമായ തുക നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈടാക്കേണ്ടി വരും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഈ ഗ്ലോബൽ എന്താണ് പറയാ സ്റ്റാൻഡേർഡ്, അല്ലെ? മൊബൈൽ GSM എന്ന് പറയുന്ന ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെ? സിമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് സിം? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. അപ്പൊ 2G എന്ത് ചെയ്തു? പിന്നീട് എക്സ്പാൻഡ് ചെയ്തു, അല്ലെ? അതിന്റെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു എന്നുള്ള ഒരു ടെക്നോളജിയുടെ പേരാണ് GPRS. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന അറിയില്ല. GPRS എന്ന് പറയുന്നത് അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. GPRS എന്ന് പറയുന്നത് ഡാറ്റ പാക്കറ്റ്സ്. അപ്പൊ GPRS എന്ന് പറയുന്നത് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അപ്പൊ GPRSന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ് GPRS? നിങ്ങൾ ആ ഫുൾ ഫോം 2Gക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. GSMനകത്ത് വരുന്ന എന്താണ്? ഒരു ഫീച്ചറാണ്. ഒരു ഫീച്ചറാണ് ഇതിനകത്ത് വരുന്ന നമ്മുടെ ഈ പറയുന്ന 2Gക്കകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് എന്ത്? GPRSഉം അതുപോലെ തന്നെ എഡ്ജ് എന്താണ്? എൻഹാൻസ്ഡ് ഡാറ്റ റൈറ്റ് ആണ്. എൻഹാൻസ്ഡ് ഡാറ്റ റൈറ്റ് ഫോർ GSM ഇവല്യൂഷൻ ആണ്. അപ്പൊ എഡ്ജ് അന്ന് ഉപയോഗിച്ചിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ഫീച്ചറാണ് 2Gയുടെ, അതായത് 2Gയിലെ GSMലെ ഓരോ ഫീച്ചറാണ് എഡ്ജും അതുപോലെ തന്നെ എന്താണ്? GPRSന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്നാണ്. ജനറൽ പാക്കറ്റ് റേഡിയോ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. വളരെ ഇതിനെ തള്ളിക്കളയാൻ പാടില്ല. GPRSന്റെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത്. മനസ്സിലാവുന്നുണ്ടോ? ആ GPRSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. GPRSന്റെ ഫുൾ ഫോം എന്താണ്? ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ആണ്.
അതൊരു ഫീച്ചറാണ്. എന്തിന്റെ ഫീച്ചറാണ്? നമ്മുടെ GPS ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ GSM-ന്റെ ഒരു ഫീച്ചറാണ് ഈ പറയുന്ന GPRS എന്ന് പറയുന്നതും. അതുപോലെ തന്നെ എഡ്ജ് എൻഹാൻസ്ഡ് ഡാറ്റ റൈറ്റ് ഫോർ ഇവല്യൂഷൻ, GSM ഇവല്യൂഷൻ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഈ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോണിനകത്ത് എഡ്ജ് ആണ്. 2G ഇങ്ങനെ ഉണ്ടാവും 2G. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് GPRS? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ് GPRS-ഉം എന്താണ് എഡ്ജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് GPRS ആൻഡ് വാട്ട് ഈസ് എഡ്ജ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GPRS ആൻഡ് എഡ്ജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GPRS ആൻഡ് എഡ്ജ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GPRS. അപ്പൊ GPRS ഫുൾ ഫോം എഴുതിയേക്കുക, എഡ്ജിന്റെ ഫുൾ ഫോം എഴുതിയേക്കുക. രണ്ടും എവിടെയാണ്? സെക്കൻഡ് ജനറേഷനിലാണെന്ന് പറയാം. രണ്ടും എവിടെയാണ്? സെക്കൻഡ് ജനറേഷൻ. ഫീച്ചർ ഓഫ് എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ GSM-ന്റെ ഒരു ഫീച്ചേഴ്സ് ആണ്, രണ്ട് ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന GPRS എന്ന് എന്ത് ചെയ്യുന്നത് പറയുക. അത് മാത്രമല്ല എന്താണ് GPRS എന്ന് പറയുന്നത് പാക്കറ്റ് ഓറിയന്റഡ് മൊബൈൽ, അല്ലെ? ഇറ്റ്സ് എ പാക്കറ്റ് ഓറിയന്റഡ് മൊബൈൽ ഡാറ്റ സർവീസ് ആണ്, അല്ലെ? കൺവെൻഷണൽ GSM-ന് ആവശ്യം ഒരു പാക്കറ്റ്സ് ആയിട്ട് ഡാറ്റ എന്താണ് പാക്കറ്റ്സ്. അപ്പൊ GPRS ബെനിഫിറ്റ് എന്താണ്? ഷോർട്ടർ ആക്സസ് ടൈം മതി നമുക്ക്, ഹൈ ഡാറ്റ റേറ്റ്സ്. ഇന്നത്തെ ഡാറ്റ സെൻഡിങ് റേറ്റ് വെച്ചിട്ട് അന്നത്തെ ഡാറ്റ സെൻഡിങ് റേറ്റ് നോക്കുകയാണെങ്കിൽ വെരി ലോ ആണ് അന്നത്തത്, അല്ലെ? നമുക്കത് ഉപയോഗിക്കാൻ തന്നെ കഴിയില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ 4G ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഭയങ്കര സ്ലോ എന്നാണ് പറയുക. 5G കിട്ടിയിട്ടും 5G ഭയങ്കര സ്പീഡിലാണ് 5G നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ GPRS ബില്ലിംഗ് എങ്ങനെയാണ് ബില്ലിംഗ് നടക്കുന്നത്? ഡാറ്റ എത്ര ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിംഗ്. വോളിയം ഓഫ് ഡാറ്റ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഡാറ്റ ഓൺലി ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് GPRS ഡാറ്റ ഓൺലി ടെക്നോളജി, അല്ലെ? GSM വോയിസ് ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂട്ടാൻ പറ്റും വോയിസ് ക്വാളിറ്റി. അപ്പൊ GPRS നമ്മള് പണ്ടൊക്കെ GPRS അതിനകത്ത് GPRS ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ 2G-ക്കകത്ത് GPRS-ന്റെ നമ്മൾ എന്ത് ചെയ്യണം? പാക്കറ്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കയറ്റേണ്ടി വരും. അപ്പൊ GPRS എന്ന് പറയുന്നത് 2G ടെക്നോളജിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫീച്ചർ ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? അല്ലെ, സർവീസ് കമ്പയർഡ് ടു കൺവെൻഷണൽ GSM-നകത്ത് നമ്മൾ എന്താണ് മൊബൈൽ ഡാറ്റ സർവീസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന GPRS-നകത്ത് വരുന്നത്, അല്ലെ? ഷോർട്ടസ്റ്റ് ആക്സസ് ടൈമിൽ ഹൈ ഡാറ്റ റേറ്റ് ആയിരുന്നു, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഷോർട്ടസ്റ്റ്, അല്ലെ? GPRS യൂസേഴ്സ് ഓഫ് GPRS ബെനിഫിറ്റ് എന്ത് ബെനിഫിറ്റ് ഉള്ളത്? ഷോർട്ടസ്റ്റ് ടൈമിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഹൈ ഡാറ്റ റേറ്റ് എന്ത് ചെയ്തിരുന്നു? കിട്ടിയിരുന്നു എന്ന് പറയാം. ഷോർട്ടസ്റ്റ് ടൈമിനകത്ത് ഹൈ ഡാറ്റ റേറ്റ്. എഡ്ജ് എന്ന് പറയുന്ന ഒന്നും കൂടി ഈ GSM-നെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തതാണെന്ത്? എഡ്ജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മൊബൈൽ ഫോൺ ടെക്നോളജിക്കകത്ത് ആണ് നിയർലി 3 times ഫാസ്റ്റർ ദാൻ GPRS ആണ്. GPRS-നെ കാട്ടിയും 3 മടങ്ങ് ഫാസ്റ്റർ ആണ് ആര്? ഈ പറയുന്ന എഡ്ജ് എന്ന് പറയാം. അപ്പൊ അത്രയും പറഞ്ഞാൽ മതി. GPRS എന്ന് പറയുന്നത് സാധാരണ GSM-നെ അപേക്ഷിച്ച് എന്താണ്? ഫാസ്റ്റർ ആണ്. നമുക്ക് ഡാറ്റ റേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ടൈമിനകത്ത് ഡാറ്റ റേറ്റ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യുന്നു? കഴിയുന്നു. ആ GPRS-നെ കാട്ടി ഫാസ്റ്റർ ആണ് ആര്? 3 times ഫാസ്റ്റർ ആണ് ആര്? നമ്മുടെ എഡ്ജ് എന്ന്. അപ്പൊ എഡ്ജിന്റെ ഫുൾ ഫോം അടിച്ചു നോക്കുക. എന്താണ് എഡ്ജ്? എന്താണ്? അല്ലെ, എൻഹാൻസ്ഡ് ഡാറ്റ എന്താണ്? GSM ആണ്. എൻഹാൻസ്ഡ് ടെക്നോളജി ആണ് എന്ത്? ഈ പറയുന്ന എഡ്ജ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എൻഹാൻസ്ഡ് ഡാറ്റ ട്രാൻസ്ഫർ ഫോർ എന്താണ്? GSM ആണ്. എൻഹാൻസ്ഡ് ഡാറ്റ ട്രാൻസ്ഫർ ഫോർ GSM-നെയാണ് എന്ത് വിളിക്കുന്നത്? എഡ്ജ് എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ബോത്ത് ഫോൺ നെറ്റ്വർക്ക് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൂടും, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? രണ്ട് ടെക്നോളജി ഉണ്ട് ഇവിടെ. ബോത്ത് ഫോൺ ആൻഡ് നെറ്റ്വർക്ക് മസ്റ്റ് ബി സപ്പോർട്ട് എഡ്ജ്, അല്ലെ? നമുക്ക് ഇവിടെ രണ്ടും ഉണ്ടാവും, അല്ലെ? ഓട്ടോമാറ്റിക്കലി ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? ഫോൺ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് GPRS-ലേക്ക് മാറും. എഡ്ജ് രണ്ടും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആണെങ്കിലാണ് എന്ത് ചെയ്യുക? എഡ്ജ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിനും എന്തുണ്ടാവണം? ഈ പറയുന്ന GPRS സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആയിരിക്കണം. സാധാരണ ഫോണിനകത്ത് നമുക്ക് GPRS ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് ജനറേഷനകത്ത് വരുന്ന 2G-ക്കകത്ത് വരുന്ന ഒരു ഫീച്ചറാണ്, ഒരു ടെക്നോളജി ആണെന്ത്? ഒരു സിസ്റ്റമാണ് GSM എന്ന് പറയുന്നത്. GSM-നകത്ത് വരുന്ന 2 ഫീച്ചേഴ്സ് ആണെന്ത്? GPRS. അപ്പൊ GSM-ന് ഫുൾ ഫോം എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. അതിനകത്താണ് നമ്മൾ സിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ്. അപ്പൊ സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ ആണ്. GPRS എന്ന് പറയുന്നതാണ് ജനറൽ പാക്കറ്റ് എന്താണ്? ജനറൽ പാക്കറ്റ് സ്റ്റോറേജ് എന്ത് പറയുന്നത്? GPRS എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ നോക്കൂ, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്നാണ് എന്ത് പറയുന്നത്? GPRS-ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? എഡ്ജ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ് ഫോർ എന്താണ്? GSM-ന്റെ ഡാറ്റ റേറ്റ് എന്ത് എൻഹാൻസ് ചെയ്യുന്നതിനാണ് GSM എന്ന് പറയുന്നത്. എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർക്കുക. ഒന്നിന് എഡ്ജ് എന്താണ്? എന്തിനെ അപേക്ഷിച്ചിട്ട്? GPRS-നെ അപേക്ഷിച്ചിട്ട് 3 times എന്താണ്? കൂടുതലാണ്, സ്പീഡ് കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നത് CDMA ആണ്. CDMA-യുടെ ഫുൾ ഫോം ഓർത്തു വെക്കുക. CDMA
എന്താണ് CDMA? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് പറയുക. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. അപ്പോൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് several transmitters can നിങ്ങൾ നോക്കുക, ഈ ഒരു സാധനം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. several transmitter can send information simultaneously over a single communication channel. ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? several ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? CDMA എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ വന്ന മറ്റൊരു ടെക്നോളജിയാണ് എന്ത്? CDMA എന്ന് പറയുന്നത്, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഒരു മാർക്കിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് CDMA എന്ന് പറയുന്നത്? എന്താണ് CDMA? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. കോഡ് ഡിവിഷൻ CDMA പ്രൊവൈഡ് വൈഡർ കവറേജ് ആണ്. എന്തിനപേക്ഷിച്ച്? നമ്മുടെ GSM-നെ അപേക്ഷിച്ച് വൈഡർ കവറേജ് ആണ് ആർക്കുള്ളത്? ഈ പറയുന്ന CDMA ഒക്കെ ഉണ്ട്. മാത്രമല്ല വോയിസ് ക്വാളിറ്റി ഒക്കെ CDMA എന്താണ്? ബെറ്റർ ആണ്. എന്തിനപേക്ഷിച്ചിട്ട്? GSM-നെ അപേക്ഷിച്ച്. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം CDMA-യുടെ ഫുൾ ഫോം ഓർത്തു വെക്കുക. എന്താണ്? കോഡ് ഡിവിഷൻ ടെക്നോളജി ബെറ്റർ സെക്യൂരിറ്റി ഉണ്ട്, GSM-നെ അപേക്ഷിച്ചിട്ട് വൈഡർ ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നുണ്ട്, ഇൻക്രീസ് റെസിസ്റ്റന്റ് ഇന്റർഫേസ് ഉണ്ട്. അത് മാത്രമല്ല പ്രൊവൈഡ് ബെറ്റർ സെക്യൂരിറ്റി ടു ദി മൊബൈൽ നെറ്റ്വർക്ക്. എന്തിനപേക്ഷിച്ചിട്ട്? നമ്മുടെ GSM-നെ അപേക്ഷിച്ചിട്ട് ബെറ്റർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന എന്തിനകത്ത്? നമ്മുടെ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിനകത്ത്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത് 2G. അപ്പൊ 2G-ൽ വരുന്ന നിങ്ങൾ ഇവിടെ ഇത്രയും കാര്യം ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? 2G എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ആണ്. അതിനകത്ത് GSM എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു വെക്കുക. അതുപോലെ തന്നെ GPRS എന്താണ്, അതുപോലെ തന്നെ എഡ്ജ് എന്താണ്, എഡ്ജിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. കോഡ് ഡിവിഷൻ മറ്റൊരു ടെക്നോളജി ആണ് എന്ത്? CDMA എന്ന് പറയുന്നത്. CDMA എന്ന് പറയുന്നത് several transmitters can send the information. ഒരു സമയത്ത് several transmittersന്, ഒരുപാട് ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻഫർമേഷൻ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു സിംഗിൾ ചാനലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? CDMA എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് തേർഡ് ജനറേഷൻ ആണ്. അങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ മാറി എന്തിലേക്ക് വരുന്നു? തേർഡ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഈ 2G ഫോണിലൊന്നും 3G നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് അതിന്റെ 3G ടെക്നോളജി വരുമ്പോൾ അവിടെ അവരുടെ എന്താണ് പറയാ, നമ്മുടെ ടവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ഫോൺ നമുക്കിപ്പോൾ 4G ഫോണിനകത്ത് 5G ഉപയോഗിക്കാൻ പറ്റും. 4G ഫോണിനകത്ത് 5G ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഫോൺ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? പക്ഷെ 5G ഫോണിനകത്ത് നമുക്ക് 4G ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഫോൺ ഓരോ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൊബൈലും അതുപോലെ തന്നെ നമ്മുടെ ഗാഡ്ജറ്റ്സും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3G വരുമ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ 3G വയർലെസ് ടെക്നോളജി പ്രൊവൈഡ് ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഇവിടെയൊക്കെ എന്താണ്? ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഹാൻഡ് ഹെൽഡ് ഡിവൈസിന് ഡാറ്റ ട്രാൻസ്ഫറിംഗ് റേറ്റ് എന്താണ്? ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന്റെ റേറ്റ് എന്താണ്? ഭയങ്കര കൂടുതലാണ്. ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. 3G അലോ ദ ഓഫർ ടു മൾട്ടിപ്പിൾ സർവീസ് അല്ലെ? നമുക്ക് കമ്പനി വോയിസ് ഡാറ്റ, നമുക്ക് വീഡിയോ കോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറ്റുന്നു, സ്ട്രീം ചെയ്യാൻ പറ്റുന്നു, ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഒക്കെ 3G-ക്കകത്ത് എന്ത് ചെയ്യാണ് അല്ലെ? വയർലെസ് ബ്രോഡ്ബാൻഡിനകത്ത് വരുന്നതാണ് അല്ലെ? റിസീവ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജിനകത്ത് പറയുന്ന അല്ലെ 3G നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് പാർട്ട് ഇൻ 3G നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ത്? WCDMA ആണ്. അപ്പൊ WCDMA എന്ന് പറയുന്നതാണ് വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. വൈഡ് ബാൻഡ്. അപ്പൊ CDMA എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഇവിടെ പറയുന്നതാണ് WCDMA എന്ന് പറയുന്നത് വൈഡ് ബാൻഡ്. അപ്പോൾ 3G-ക്കകത്ത് വരുന്ന ടെക്നോളജിയാണ് വൈഡ് ബാൻഡ്. എന്താണ്? വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നാണ് പറയുക. വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് നിങ്ങൾ ഓർത്തു വെക്കുക. വൈഡ് ബാൻഡ്. അപ്പൊ 3G എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിംഗ് റൈറ്റ് ഒക്കെ എന്താണ്? വളരെ കൂടുതലാണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അല്ലെ? മൊബൈൽ ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? കഴിയുന്നു. വീഡിയോസ് സെൻഡ് ചെയ്യാൻ കഴിയുന്നു അല്ലെ? 4G-ക്കകത്ത് അതൊന്നും കൂടി അല്ലെ? മിനിറ്റ് നമുക്കിപ്പോൾ സെക്കൻഡുകൾക്കകത്ത് ഡാറ്റ, വലിയ ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സെൻഡ് ചെയ്യാൻ പറ്റുന്ന എവിടെ നിന്നാണ്? ഈ പറയുന്ന തേർഡ് ജനറേഷൻ മുതലാണ് അത് തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി വൈഡ്. അപ്പൊ WCDMA-യുടെ ഫുൾ ഫോം ഓർത്തു വെക്കുക. WCDMA-യുടെ ഫുൾ ഫോം എന്താണ്? വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് ഓർത്തു വെക്കുക. അത് ഏത് ടെക്നോളജിയുടെ ഭാഗമാണ്? 3G ടെക്നോളജിയുടെ ഭാഗമാണ് എന്ത്? വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് ജനറേഷൻ ആണ്. അപ്പൊ ഫോർത്ത് ജനറേഷൻ 4G എന്ന് പറയുന്നത് LTE എന്നാണ് പറയുക. LTE ലോങ് ടേം ഇവല്യൂഷൻ ആണ് 4G. അപ്പൊ LTE-യുടെ ഫുൾ ഫോം എന്താണ്? ലോങ് ടേം ഇവല്യൂഷൻ ആണ്. ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയാം 4G.
അപ്പൊ ഇവിടെയും സംഭവിക്കുക എന്താണ്, 4G-ക്കകത്തും എന്താണ് മാറുന്നത്, 3G-നെക്കാട്ടും എന്ത് കൂടുന്നു, ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ് എന്ത് ചെയ്യുന്നു, സ്പീഡ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അൾട്രാ ബ്രോഡഡ് ആണ്, അൾട്രാ ബ്രോഡഡ് ഇന്റർനെറ്റ് ആക്സസ് മൊബൈൽ ഡിവൈസസ് ആണ്. അപ്പൊ ഇവിടെ LTE പ്രൊവൈഡ് മൊബൈൽ അൾട്രയാണ്. അൾട്ര എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ, അത് വളരെ കൂടുതലായിട്ടുള്ള റേറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്താണ്, വളരെ കൂടുതലാണ് ഇതിനകത്ത് ഈ പറയുന്ന 4G-ക്കകത്ത് വരുന്നത്. എന്തിനെ അപേക്ഷിച്ചിട്ട്, 3G-നെ അപേക്ഷിച്ചിട്ട്. OFDMA ആണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് 4G-ക്കകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ പേര്, ഓർത്തഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. എന്താ പറയാ, LTE ആണ്. LTE എന്ന് പറയുന്നത് ലോങ് ടേം ഇവല്യൂഷൻ. LTE പറയുന്ന ലോങ് ടേം ഇവല്യൂഷൻ ആണ്. അവിടെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ആക്സസ് പാർട്ട് 4G-യുടെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ പറയുന്ന OFDMA ആണ്. OFDMA എന്ന് പറയുന്നത് എന്താണ്, ഓർത്തഗണൽ ഫ്രീക്വൻസി മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓർത്തഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. അപ്പോൾ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, വൈഡ് ബാൻഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇവിടെ എന്താണ്, ഓർത്തഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ 4G-ക്കകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ 4G വെരി ഹൈ സ്പീഡ് ആണ്, വെരി ഹൈ സ്പീഡ് അല്ലെ, പ്രൊവൈഡ് എക്സലന്റ് പെർഫോമൻസ് ഓഫ് ബാൻഡ്. പക്ഷേ ആ 4G ഇന്നിപ്പോൾ നമുക്ക് ക്വാളിറ്റി ഓഫ് സ്ട്രീമിംഗ് വീഡിയോക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന്, പക്ഷെ ആ 4G ഇന്ന് നമുക്ക് പറ്റുന്നില്ല അല്ലേ. നമുക്ക് ആ 4G കൊണ്ട് നമുക്ക് ഡാറ്റ അയക്കാനും പിടിക്കാനും ഒന്നും എന്ത് ചെയ്യുന്നില്ല. ആ 4G നമുക്ക് തികയാതെ വന്നു. നമ്മളിപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്, 5G ആണ്. 5G വേണം, 5G ഡാറ്റ. ഇപ്പോഴും 4G 5G തമ്മിലാണ്. എല്ലാവരും ഇപ്പോൾ 4G ഉപയോഗിക്കുന്നുണ്ട്, 5G ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, അപ്പോൾ 5G എന്ന് പറയുന്നത് നമ്മൾ ഈ ബുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് പറയുക, നെക്സ്റ്റ് അല്ലെ ഫ്യൂച്ചർ ജനറേഷനെയാണ് എന്ന് പറയുന്നത് 5G. ഇപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് 5G ആണ് അല്ലെ. 5G will be I keep on that help to realize the version unlimited ആണ്. ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് ഡാറ്റ എനിവർ എനി ടൈം. വളരെ സ്പീഡായിട്ട്. എന്തിനപേക്ഷിച്ച് 4G-നെക്കാട്ടി അപേക്ഷിച്ച് വളരെ അല്ലെ, ഇറ്റ് വിൽ ബി പ്രൊവൈഡ് വയർലെസ് കണക്ടിവിറ്റി ഫോർ വൈഡ് റേഞ്ച് ആണ് അല്ലെ, വിയറബിൾ ഡിവൈസ്, സ്മാർട്ട് ഫോൺ, ട്രാഫിക് സേഫ്റ്റി എല്ലായിടത്തും. പക്ഷെ വേറെ കാര്യമുണ്ട്, നിനക്ക് അപ്ഡേറ്റ് ചെയ്യണം. 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ആയിരിക്കണം ഇതെല്ലാം. എന്താണ് 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആക്സസ് ചെയ്യാം. അങ്ങനെ 5th ജനറേഷൻ ഓഫ് എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഉണ്ട്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി 5th ജനറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, 1st ജനറേഷൻ, 2nd ജനറേഷൻ, 3rd ജനറേഷൻ, 4th ജനറേഷൻ, 5th ജനറേഷൻ. ഇന്ന് കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, 5th 4th അല്ലാണ്ട്. സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്നത് 2G ആണ്, വോയിസ് കോൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇതാണ് ഡാറ്റ പാക്കറ്റ്സ്. അങ്ങനെ GPRS എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിവിടെ ഓർത്തു വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിനകത്തുള്ള ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ നമുക്കിപ്പോൾ ഒരു 2020 മുതലൊക്കെയാണ് ഈ പറയുന്ന 5G നമ്മളവിടെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ പല രാജ്യങ്ങളിലും 5G ആണ്. ഇപ്പം നമ്മൾ എന്താണ് 5G ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, 5G ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ്, ഏതൊക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് SMS എന്താണ്. അപ്പൊ SMS-ന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കാം. എന്താണ് SMS-ന്റെ ഫുൾ ഫോം എന്താണ്, ഷോർട്ട് മെസ്സേജ് സർവീസ്. SMS സെൻഡ് മെസ്സേജ് സെൻഡ് എന്നൊക്കെ പറയാറ് അല്ല, ഷോർട്ട് മെസ്സേജ് സർവീസ്. ഓർത്ത് വെച്ച് 1 മാർക്ക് ചോദിക്കാം, 1 മാർക്ക് കിട്ടാം. SMS-ന്റെ ഫുൾ ഫോം. MMS-ന്റെ ഫുൾ ഫോം എന്താണ്, MMS-ന്റെ ഫുൾ ഫോം എന്താണ്, മൾട്ടി മീഡിയ മെസ്സേജിംഗ് സർവീസ് ആണ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ് ആണ്. അപ്പോൾ ഒത്തിരി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അകത്ത് ഉണ്ടാകുന്ന സർവീസ് സേവനങ്ങളാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. അപ്പൊ ഒന്ന് പറയുന്നത് എന്താണ്, SMS ഉണ്ട്, മറ്റൊന്നുണ്ട് MMS ഉണ്ട്, അടുത്തെന്താണ് GPS ഉണ്ട്. GPS അല്ലെ. GPS എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പൊ GPS-ന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കുക. എന്താണ്, ഗ്ലോബൽ എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്താണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു നോക്കുക. GPS എന്താണെന്ന് ഓർത്തു നോക്കുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് GPS എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം മൊബൈൽ ഫോൺ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കാറ് എന്തിന്റെ ഭാഗമായിട്ടാണ്, GPS-ന്റെ ഭാഗമായിട്ടാണ്. പിന്നെ സ്മാർട്ട് കാർഡ് നമ്മൾ പഠിക്കും. അപ്പൊ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഏതൊക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, SMS ഉണ്ട്, MMS ഉണ്ട്, GPS ഉണ്ട്, സ്മാർട്ട് കാർഡ്സ് ഉണ്ട്. സ്മാർട്ട് ഫോൺ അല്ല, സ്മാർട്ട് കാർഡ്സ് അറിയാലോ നമുക്ക്. ATM കാർഡ്സ് ഒക്കെ ഇപ്പോൾ സ്മാർട്ട് കാർഡ്സ് ആണ്. ഒരു ചിപ്പ് ഉണ്ടാവും. ഓരോന്ന് നോക്കാം നമുക്ക്. എന്താണ് SMS, ഷോർട്ട് മെസ്സേജ് സർവീസ്? പണ്ട് കാലങ്ങളിലൊക്കെ, ഇന്നിപ്പോ വാട്സപ്പും അല്ലെ, നമുക്ക് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിങ് സർവീസസുകൾ, മെസ്സഞ്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ഡാറ്റ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചിരുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, SMS ഉപയോഗിച്ചിട്ടാണ്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്ന് പറയും. എന്താ പറയാ, ഷോർട്ട് മെസ്സേജ് സർവീസ്. അപ്പോൾ ഷോർട്ട് മെസ്സേജ് SMS-ന്റെ ഒരു പ്രത്യേകത ടെക്സ്റ്റ് മെസ്സേജിങ് ആണ്. നമുക്കിവിടെ ഇമേജുകളൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല.
ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അയക്കാൻ പറ്റുക. അപ്പോൾ ആ മെസ്സേജിനകത്ത് എക്സ്ചേഞ്ച് ഷോർട്ട് മെസ്സേജ് ടെക്സ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അയക്കാൻ പറ്റുന്നത് അല്ലേ. ഒരുപാട് ആളുകൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താണ്, ഈ പറയുന്ന SMS ആണ് എന്ത് ചെയ്തിരുന്നു ഉപയോഗിച്ചിരുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ വാട്സപ്പ് ഒക്കെ, നിങ്ങളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്നത് എന്താണ്, SMS ആണ്. മൊബൈലിനകത്ത് 1000-2000 SMS ഒക്കെ ഫ്രീ ഉണ്ട്. അപ്പോൾ SMS ഇങ്ങനെ നമ്മൾ അയക്കുക. SMS നിങ്ങൾ ഇപ്പോഴും അയക്കുന്നുണ്ട്, SMS അയക്കുന്നില്ല. SMS ഒന്ന് അയക്കുന്ന ഒരു കുറവാണ്. ടെക്സ്റ്റ് മെസ്സേജ്, ടെക്സ്റ്റ് ആണ് അയക്കുക. പക്ഷെ ഇവിടെ ഈ GSM-നകത്ത് ഇപ്പോൾ ഒരു SMS-നകത്ത് എത്ര ക്യാരക്ടേഴ്സ് ആണ് അയക്കാൻ പറ്റുക. ഒരു SMS, ഒരു ഷോർട്ട് മെസ്സേജിനകത്ത് 160 ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. മാക്സിമം എന്താണ് അയക്കാൻ പറ്റുക, 160 ക്യാരക്ടറാണ് അയക്കാൻ പറ്റുക. ഈ 160-ൽ നിന്നും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ 161 ആയി കഴിഞ്ഞാൽ രണ്ട് SMS പോലെയാണ് വരും. 2 SMS ആണ്. അപ്പൊ ഇവിടെ ഒരു SMS-നകത്ത് എന്താണ് കണ്ടെയ്നിങ് അല്ലെ, സ്റ്റാൻഡേർഡ് GSM-നകത്ത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈലിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു SMS-ന്റെ ഇത് എത്രയാണ്, 160 ക്യാരക്ടേഴ്സ് ആണ് അയക്കാൻ പറ്റുക. മാത്രമല്ല ഇത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് പോവുക, SMS-ലാണ് പോവുക. ഷോർട്ട് മെസ്സേജ് സർവീസ് സെന്ററിലേക്കാണ് പോവുക. നമ്മൾ ഒരെണ്ണം അയച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു ഷോർട്ട് മെസ്സേജ് സർവീസ് സെന്റർ ഉണ്ടാവും. അവിടെ പോകുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റെസിപ്പിയന്റിന്റെ വിച്ച് പ്രൊവൈഡ് എ ഷോർട്ട് സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം ആണ്. അവിടെ നിന്ന് ഇപ്പൊ നമ്മളിപ്പോ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് അയാൾക്ക് സെന്ററിൽ മറ്റേ റിസീവർക്ക് ആർക്കാണോ അയച്ചത് അയാൾക്ക് പോകണമെന്നില്ല. അയാള് റേഞ്ച് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ മെസ്സേജ് പോകില്ല. അയാൾക്ക് പോയപ്പോഴാണ്, അയാൾ റേഞ്ചിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ മെസ്സേജ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അയാൾക്ക് റിസീവ് ആവില്ല. അയാൾ എപ്പോഴാണ് റേഞ്ചിനകത്തേക്ക് വരുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ SMS-ൽ നിന്നും, SMS എന്ന് പറയുന്നതാണ് ഷോർട്ട് മെസ്സേജിങ് സർവീസ് സെന്ററിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഡാറ്റ അയാളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ എവിടേക്ക് പോവാ, SMS-C-ലേക്കാണ് പോവുക. അവിടെ സ്റ്റോർ ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സ്റ്റോർ ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. സ്റ്റോർ ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അയാൾ റീച്ച് മറ്റെന്താണ് ഔട്ട് ഓഫ് റീച്ച് ആണെങ്കിൽ അയാളുടെ കയ്യിലേക്ക് നമ്മൾ അയച്ച ഒരാൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് എത്തില്ല. അയാൾ ആ റീച്ചബിൾ ആകുമ്പോഴാണ് അയാളുടെ മൊബൈലിലേക്ക് എന്ത് വരുന്നത്, ഈ മെസ്സേജ് പോകുന്നത്. വിച്ച് പ്രൊവൈഡ് എ സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം ആണ്. ഇവിടെ SMS-നകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7 ആണ്. ഇവിടെ SMS-നകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SS7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ്. സിഗ്നലിംഗ് സിസ്റ്റം 7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് സിഗ്നലിംഗ് സിസ്റ്റം 7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ SMS സർവീസ്, ഷോർട്ട് മെസ്സേജ് സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ SMS എന്ന് പറയുന്നത് 160 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അയക്കാൻ പറ്റുക. 160 ക്യാരക്ടർ ആണ് നമുക്ക് ഒരു SMS-നകത്ത് അയക്കാൻ പറ്റുക എന്ന് ഓർത്തു. SMS എന്നൊരു ഷോർട്ട് മെസ്സേജ്. അപ്പൊ ഇവിടെ മെസ്സേജ് ടെക്സ്റ്റുകൾ മാത്രമാണ് അയക്കാൻ പറ്റുക. അപ്പൊ ഈ ഒരു ലിമിറ്റേഷൻസ് ഇവിടെ എന്താണ്, നമുക്ക് ടെക്സ്റ്റ് മാത്രമാണല്ലോ അയക്കാൻ പറ്റുന്നത്. ഈ ഒരു ലിമിറ്റേഷൻസിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിംഗ് സർവീസ് ആണ് MMS എന്ന് പറയുന്നത്. അപ്പൊ എമ്മിന്റെ ഫുൾ ഫോം എന്താണ്, MMS എന്ന് പറയുന്നതാണ് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് ആണ്. എന്താ പറയാ, മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. അപ്പൊ മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് MMS-ന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഇവിടെ നമുക്ക് വോയിസ് അയക്കാൻ പറ്റും. മൾട്ടിപ്പിൾ മീഡിയ ആണ് അല്ലെ, വോയിസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഇമേജ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റുന്നതാണ് MMS എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ് സ്റ്റാൻഡേർഡ് വേ ടു സെൻഡ് ആൻഡ് റിസീവ് മൾട്ടിപ്പിൾ മീഡിയ കണ്ടന്റ്. മൾട്ടിപ്പിൾ കണ്ടന്റ്സ് ആണ്. എന്തൊക്കെ കണ്ടന്റ്സ് ആയിരിക്കാം, ഇമേജ് ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള ഗ്രാഫിക്സ് ഉണ്ടാവും, സച്ച് ടെക്സ്റ്റ് ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അയക്കാൻ പറ്റും. MMS does not specify maximum size of multimedia message അല്ലെ, അതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഇമേജ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അയക്കാൻ പറ്റുന്നു അല്ലെ. നമുക്ക് പണ്ട് ഒരു MMS അയക്കാൻ ഒരുപാട് പൈസ കൊടുക്കണം, 3 രൂപ കൊടുക്കണം. ഒരു MMS അയക്കണം 3 രൂപയ്ക്കാണ് അന്ന് ചാർജ് ഈടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് വഴി പല രീതിയിൽ നമുക്ക് MMS മൾട്ടിമീഡിയ മെസ്സേജസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ മൾട്ടിമീഡിയ, അതായത് SMS-നകത്തുള്ള ലിമിറ്റേഷൻ, SMS-നകത്ത് ടെക്സ്റ്റ് മാത്രമാണ് അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ടെക്സ്റ്റ് മാത്രം അയക്കുന്ന സംവിധാനത്തിനെ മറികടന്നിട്ടുള്ള ആ ലിമിറ്റേഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സംവിധാനമാണത് MMS എന്ന് പറയുന്നത്. അപ്പൊ MMS എന്ന് പറയുന്നത് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് ആണ്, ഓർത്തു വെക്കുക. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ പൊസിഷൻ. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അതായത് GPS എന്ന് പറഞ്ഞാൽ എന്താണ്, GPS-ന്റെ ഫുൾ ഫോം എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതായത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ശരിക്കും യുഎസിന്റെ അമേരിക്കയുടെ 24 സാറ്റലൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്. ആ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയിലുള്ള ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ചെയ്യുന്നത്. ഒരു ലൊക്കേഷൻ നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പൊ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. യൂസ് ടു ലൊക്കേറ്റ് എ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ.
ജിയോഗ്രഫിക്കൽ പൊസിഷൻ എനിവെയർ ഓൺ ദി എർത്ത് ആണ്. അതിന്റെ ലോങ്ങിറ്റ്യൂഡും അത് ലാറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ട് ലാറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് എന്തുപയോഗിച്ചിട്ട്? അപ്പൊ സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജി. വിച്ച് വൺ ഈസ് ദ സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജി? ഏതാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത്? ഏതാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത്? അപ്പോൾ GPS എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജിയാണ്. അപ്പൊ ഈ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മളിപ്പോ പലതും നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ട്. നമ്മൾ വണ്ടി ട്രാക്ക് ചെയ്യാറുണ്ട്, GPS സിസ്റ്റം അല്ലെ? എല്ലാ വണ്ടിയിലും GPS സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതൊരു എന്താണ്, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആണ്. അപ്പൊ 2D രണ്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് 2D ആണ് നമുക്ക് കിട്ടുക. 3D കിട്ടും നമുക്ക്. ആ ഒന്നിലധികം എന്താണ് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് 3 സാറ്റലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 3D ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പൊ നമ്മളിവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്, GPS ആണ്. അതൊരു പൊസിഷനിങ് സിസ്റ്റം. ലോകത്തിന്റെ ഭൂമിയുടെ ഏത് ഭാഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഗൂഗിൾ മാപ്പ് നമ്മൾ കാണാറില്ലേ, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറില്ലേ? എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് നമ്മൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അതൊക്കെ എന്താണ്, GPS-ന്റെ. അപ്പൊ GPS എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ അല്ലെ? ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ എനിവെയർ ഓൺ ദി എർത്ത്, ലോകത്തിന്റെ ഭൂമിയുടെ ഏത് ഭാഗത്തുള്ള ലൊക്കേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന GPS. അപ്പൊ ഇതൊരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണെന്ന് ഓർത്ത് വെക്കുക അല്ലെ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാൻ നോക്കൂ. GPS ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് അല്ലെ? സാറ്റലൈറ്റ്സ് ആണ്, ഒരു മോണിറ്ററിംഗ് അല്ലെ? ഇപ്പൊ നമുക്ക് ഇന്ത്യയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ സാറ്റലൈറ്റ്സ് ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് GPS-ന് വേണ്ടിയിട്ട്. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്താണ് GPS സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ സാറ്റലൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ GPS എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എവിടെ ഫ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്കിംഗ് സിസ്റ്റമിലെ വെഹിക്കിൾ ഫ്ലീറ്റ് ട്രാക്കിംഗ്, ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് നമുക്ക് പലതും, നമുക്ക് ട്രെയിൻ നോക്കാൻ, ട്രെയിൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നു അല്ലെ? വെഹിക്കിൾ എവിടെയാണെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഈ പറയുന്ന GPS ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ GPS റിസീവേഴ്സ് 3 സാറ്റലൈറ്റ്സ് പ്ലോട്ട് 2D പൊസിഷൻ. അതുപോലെ തന്നെ എന്താണ്, മോർ സാറ്റലൈറ്റ്സ് 3D പൊസിഷൻ. അതായത് 2D പൊസിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, 2 സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ്, 3D പൊസിഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നിലധികം സാറ്റലൈറ്റ്സ് നമുക്ക് എന്ത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് മാത്രമാണ് GPS എന്ന് പറയുന്നത് എന്താണ്. GPS എന്ന് പറയുന്നതാണ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ അല്ലെ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ എന്ത് ഉപയോഗിക്കുന്നു, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കും. എന്താ മക്കളെ ചോദിക്കുക, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര് എന്താണ്? അതിന് പറയുന്ന പേരാണ് എന്ത്, GPS എന്ന് പറയുന്നത്. GPS. അപ്പൊ GPS ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ് എന്ന് പറയാം. നെക്സ്റ്റ് സ്മാർട്ട് കാർഡ് ആണ്. അടുത്ത അനദർ വൺ എന്താണ്, സ്മാർട്ട് കാർഡ്. അനദർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസിനകത്ത് വരുന്നതാണ് എന്ത്, സ്മാർട്ട് കാർഡ് എന്ന് പറയാം. അപ്പൊ വാട്ട് ഈസ് സ്മാർട്ട് കാർഡ് എന്ന് ചോദിക്കും. ഇതൊരു പ്ലാസ്റ്റിക് കാർഡ്. സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനകത്തൊരു ചിപ്പ് ഉണ്ടാവും അല്ലെ? അതിനകത്തൊരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിനകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. ആവശ്യമുള്ള സമയത്ത് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് ഈസ് എ സ്മാർട്ട് കാർഡ്. ആ ATM കാർഡിനെ, ചിപ്പുള്ള ATM കാർഡിനെ സ്മാർട്ട് കാർഡ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ ചിപ്പിനകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ റീഡറിൽ ഇടുന്നു, നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ലേ. നമ്മളിപ്പോൾ ATM സെന്ററിനകത്ത് പോയി കഴിഞ്ഞാൽ, കൗണ്ടറിനകത്ത് പോയി ആ കാർഡ് ഇട്ട് കൊടുക്കണം. കാർഡ്ലെസ് ഉണ്ടെങ്കിൽ പോലും കാർഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് റിമൂവ് ചെയ്യും. അപ്പൊ അതിനകത്ത് ഒരു കാർഡ് റീഡർ ഉണ്ട്, അത് റീഡ് ചെയ്യും ഈ സ്മാർട്ട് കാർഡിനെ. അപ്പൊ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനകത്ത് എന്തുണ്ട്, ഒരു ചിപ്പ് ഉണ്ട്. ആ ചിപ്പിനകത്ത് നമുക്ക് അല്ലെ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ മെമ്മറി ഉണ്ടാവും. സ്റ്റോർ ആൻഡ് ട്രാൻസാക്ട് ഡാറ്റ ആണ്. അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിന് ട്രാൻസാക്ട്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് സ്മാർട്ട് കാർഡ് ഇപ്പൊ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സിം എന്താണ്, ഒരു സ്മാർട്ട് കാർഡ് ആണെന്ന് പറയാം അല്ലെ? മൊബൈലിനകത്ത് നമ്മൾ ഒരു സ്മാർട്ട് കാർഡിനകത്തുള്ള ഒരു സിം ആണെന്ന് പറയാം നമുക്ക് അല്ലെ? മൊബൈൽ കമ്മ്യൂണിക്കേഷനകത്ത് സ്മാർട്ട് കാർഡ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി, അതായത് സിം എന്ന് പറയുന്നത് അല്ലെ? അത് മാത്രമല്ല ATM കാർഡ്സ് ഉണ്ട്, ഫ്യൂവൽ കാർഡ്സ്, അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ടെലിവിഷൻ റിസീവർ അല്ലെ? നമുക്ക് ടെലിവിഷനകത്ത് ഉപയോഗിക്കാം. ഹൈ സെക്യൂരിറ്റി ഐഡന്റിഫിക്കേഷൻ കാർഡ്സ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഷുറൻസ് കാർഡൊക്കെ, ഇതൊരു ഇൻഷുറൻസ് കാർഡാണെന്ന് തോന്നുന്നു. ഇൻഷുറൻസ് കാർഡാണ് അല്ലെ? നമുക്ക് ഗവൺമെന്റ് തരുന്ന ഇൻഷുറൻസ് കാർഡുകളൊക്കെ എന്താണ്, സ്മാർട്ട് കാർഡ്സ് ആണ്. അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ് സ്മാർട്ട് കാർഡ്? ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ആൻഡ് എംബഡഡ് വിത്ത് എ കമ്പ്യൂട്ടർ ചിപ്പ്. ഒരു കമ്പ്യൂട്ടർ ചിപ്പ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം.
അപ്പൊ സ്മാർട്ട് കാർഡിനകത്ത് എന്തുണ്ടാവുന്നു? ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാവുന്നു. ആ കമ്പ്യൂട്ടർ ചിപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻഫർമേഷൻസ്, ആ കമ്പ്യൂട്ടർ ചിപ്പിനകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്മാർട്ട് കാർഡ്. അപ്പൊ ഇതെല്ലാം എന്താണ്? സർവീസസ് ആണ്. എന്തിന്റെ സർവീസ് ആണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ സർവീസ് ആണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു സർവീസ് ആണ് SMS എന്ന് പറഞ്ഞു, മറ്റൊരു സർവീസ് ആണ് MMS എന്ന് പറഞ്ഞു, മറ്റൊരു സർവീസ് ആണെന്ത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് GPS എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സർവീസ് ആണെന്ത് ഈ പറയുന്ന സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്മാർട്ട് കാർഡ് എന്ന് ചോദിക്കാം, എന്താണ് സ്മാർട്ട് കാർഡ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നമുക്കറിയാം മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, OS വേണം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കണം. മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഉപയോഗിക്കണം, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഒരു മൊബൈൽ മാത്രം ഉണ്ടായ പോരാ, അവിടെ എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, അല്ലെ? അത് ഉപയോഗിച്ചാൽ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഉപയോഗപ്രദമാവുകയുള്ളൂ. അപ്പൊ എന്താണ് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ടു മൊബൈൽ ഡിവൈസ്, അല്ലെ? സിമിലർ ടു ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡെസ്ക്ടോപ്പ്. കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ഉപയോഗിക്കണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെ? വിൻഡോസ് പോലെയുള്ള സാധനമാണെന്ത്? OS. മൊബൈൽ ഉണ്ടായി മാത്രം പോരാ, അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, അല്ലെ? അപ്പൊ മൊബൈൽ OS എന്താണ് മാനേജ് ചെയ്യുന്നത്? ഹാർഡ്വെയർ, അതിന്റെ മൾട്ടിമീഡിയ ഫംഗ്ഷൻസ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അങ്ങനെയുള്ള ഒരു മൊബൈൽ ഡിവൈസിനകത്തുള്ള അതിന്റെ ഹാർഡ്വെയറിനെ, അതിന്റെ സോഫ്റ്റ്വെയറിനെ, അതിന്റെ മറ്റുള്ള മൾട്ടിമീഡിയ ഫംഗ്ഷൻസിനെ, ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അതിന് എക്സാമ്പിൾ ആണ് ആൻഡ്രോയിഡ്, iOS, ബ്ലാക്ക്ബെറി, അല്ലെ? ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? വിൻഡോസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയണ മറ്റുള്ള OS ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ആൻഡ്രോയിഡ് ആണെന്ത്? ആൻഡ്രോയിഡ് ഉണ്ട്. അതുപോലെ തന്നെ iOS ഉണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡ് ഉണ്ട്. ബ്ലാക്ക്ബെറി ഇപ്പൊ ഇല്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നോക്കിയയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് വിൻഡോസ് ആണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റ് അപ്ലിക്കേഷൻസ്, മൊബൈലിനകത്തുള്ള മറ്റ് അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇതെല്ലാം എന്താ? ആൻഡ്രോയിഡിന്റെ ആണ്, അല്ലെ? iOSന്റെ, അതുപോലെ തന്നെ വിൻഡോസിന്റെ, അതുപോലെ തന്നെ എന്താണ്? ബ്ലാക്ക്ബെറിയുടെ ഒക്കെ എന്താണ്? സിംബൽസ് ആണത്, അല്ലെ? ഓക്കെ, അതിന്റെ എന്താ പറയാ, ട്രേഡ് മാർക്സ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ എന്താണ്? ആ ഒരു മൊബൈൽ ഫോൺ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അതിനകത്ത് എന്ത് വേണം? നമുക്കൊരു മൊബൈൽ ഫോൺ ഉപയോഗപ്രദമാകണമെങ്കിൽ അതിൽ എന്തുണ്ടാവണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞതാണ് ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലിനക്സ് ബേസ്ഡ്. അപ്പൊ നിങ്ങളോട് ആൻഡ്രോയിഡിനെ കുറിച്ചിട്ട് എഴുതാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൻഡ്രോയിഡിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറയുക. ഡെവലപ്ഡ് ബൈ ആൻഡി റൂബിൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്? ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യുന്ന പറയാം. എന്താണ്? ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആരാ ഡെവലപ്പ് ചെയ്തത്? ആൻഡി റൂബി എന്ന് പറയുന്ന ആൾ. അത് പിന്നീട് അത് ഇപ്പൊ ഗൂഗിൾ ഏറ്റെടുത്താണ്. അത് 2005 ഈ പറയുന്ന 2005 ആ സമയത്താണ് ഇവര് ആൻഡി റൂബി ആൻഡ് ഫ്രണ്ട്സ് ആണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ആൻഡ്രോയിഡ്. അതാണ് ആൻഡിയും അതിന്റെ കൂടെയുള്ള ആളുകൾ ആൻഡ്രോയിഡ് എന്നാണ് പേര് വരാൻ കാരണം. അങ്ങനെയാണ്. അവർ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത്. പിന്നീടാണ് ഗൂഗിൾ എന്ത് ചെയ്ത് അക്വയർ ആൻഡ്രോയിഡ് INCനെ എന്ത് ചെയ്ത് അക്വയർ. അപ്പൊ ആൻഡ്രോയിഡ് ഡിസൈഡ് മെയിൻലി ഫോർ ടച്ച് സ്ക്രീൻ ആണ്, അല്ലെ? ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്ത്? ആൻഡ്രോയിഡ് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത്. ഓക്കെ, ഇറ്റ് വാസ് ഒറിജിനൽ ഡെവലപ്ഡ് ആൻഡ്രോയിഡ് INC ആണ്. പിന്നെ അത് ഗൂഗിൾ എന്ത് ചെയ്തു? അക്വയർ. അപ്പൊ ഇന്റർഫേസ് ആണ്. ഇത് യൂസർ ഇന്റർഫേസ് ഓഫ് ആൻഡ്രോയിഡ് ബേസ്ഡ് ഓൺ ടച്ച് ഇൻപുട്ട് ആണ്, അല്ലെ? ടാപ്പിംഗ്, പിഞ്ചിങ്, അല്ലെ? നമുക്ക് സ്വൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും പല രീതിയിൽ. അവ ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ടാണ്. ടച്ച് സ്ക്രീനുള്ള ഡിവൈസുകളിലാണ് മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ആൻഡ്രോയിഡ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഫോണിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സാംബിയൻ, അങ്ങനെ വേറെയുള്ള ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ മെയിൻലി ആൻഡ്രോയിഡ് ഡെവലപ്ഡ് ഫോർ എന്താണ്? ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, ആൻഡ്രോയിഡ് ഡെവലപ്പ് എന്താണ്? ടച്ച് സ്ക്രീനിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തെന്ന് ഓർക്കുക.
അപ്പൊ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കേണൽ ബേസ്, ലിനക്സ് ബേസ്ഡ് കേണൽ ആണ് ആൻഡ്രോയിഡിനകത്തുള്ളത്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കേണൽ ബേസ്ഡ് സിസ്റ്റം ആണെന്നും കൂടി ഓർത്ത് വെക്കുക. അതെന്താണ്, ലിനക്സ് ബേസ്ഡ് ആണ്, ലിനക്സ് കേണൽ ആണ് എന്തിനകത്തുള്ളത്, ആൻഡ്രോയിഡിനകത്തുള്ളത്. അപ്പൊ ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. എന്താണ്, ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് ഓർത്ത് നോക്കുക. ആൻഡ്രോയിഡ് എന്താണ്, ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഡെവലപ്ഡ് ബൈ ആൻഡി റൂബിൻ ആണ്. അപ്പൊ ആൻഡ്രോയിഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ആൻഡ്രോയിഡ് അല്ലെ, ഒരു ഫ്രെയിം വർക്ക്, അത് ഇത്രയും കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു സോഫ്റ്റ്വെയർ കിറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ആപ്പ്, നമ്മൾ ആൻഡ്രോയിഡിനകത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, നമ്മൾ ആൻഡ്രോയിഡിനകത്ത് ഉപയോഗിക്കുന്ന മറ്റു സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് വിളിക്കുക, ആപ്സ് എന്നാണ് വിളിക്കുക, ആപ്സ് അല്ലെ. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ മറ്റു പല കാര്യത്തിലും ആൻഡ്രോയിഡിനകത്ത് ലാർജ് കമ്മ്യൂണിറ്റിന്റെ ഡെവലപ്പേഴ്സിന്റെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ആപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിലെ ഡെവലപ്പിംഗ് കിറ്റ്സ് ഉണ്ട്, നമുക്ക് ഗൂഗിൾ മാപ്പ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ആൻഡ്രോയിഡിനകത്ത് വർക്ക് ചെയ്യും. മാത്രമല്ല ആൻഡ്രോയിഡിന്റെ വേർഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ സീറ്റ്സിന്റെ ഒക്കെ പേരിലാണ് അതിന്റെ വേർഷൻസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പഴയ കാലത്തുള്ളത് 1.5 അല്ലെ, ഇപ്പൊ ഉള്ളത് എനിക്ക് തോന്നുന്നു 15 ആണെന്ന്, ആൻഡ്രോയിഡ് വേർഷൻ 15 16 ആണെന്ന് നിലവിലുള്ളതുകൊണ്ട്. അതായത് ഓരോ കപ്പ് കേക്ക്, ഡോണട്ട്, അതുപോലെ തന്നെ ഫോറിയോ അല്ലെ, ഫ്രോയോ, അതുപോലെ തന്നെ ജിഞ്ചർ ബ്രെഡ്, അതുപോലെ തന്നെ ഹണി കോംബ്, അങ്ങനെ ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീന്, കിറ്റ്കാറ്റ്, പിന്നെ കെ കഴിഞ്ഞാൽ പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. എൽ ലോലിപോപ്പ്, എം എന്താണ് മാഷ്മെല്ലോ, എൻ നോക്കട്ട്, പിന്നെ MN ഓ എന്താണ് ഓറിയോ അല്ലെ, പി എന്ന് പറയുന്നത് പൈ, അങ്ങനെ ഓരോ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എന്ത് ഇറങ്ങിയിട്ടുള്ളത്, ആൻഡ്രോയിഡിന്റെ വേർഷൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇറങ്ങിയിട്ട്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് ഓർത്ത് വെക്കുക. എന്തിനാണ്, ടച്ച് സ്ക്രീനിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത്, ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അല്ലെ, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലിനക്സ് കേണലാണ്, ലിനക്സ് ബേസ്ഡ് ആണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് എന്താണ്, ലിനക്സ് കേണലാണ് ആൻഡ്രോയിഡ്സിനകത്ത് ഉപയോഗിക്കുന്നത്. ലിനക്സ് എന്താണ്, ലിനക്സ് കേണലാണ് എന്ത് ചെയ്യുന്നത്, ആൻഡ്രോയിഡിനകത്ത് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഓർത്ത് വെക്കുക. ഒരു ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി അങ്ങനെയുള്ള ഒരുപാട് അല്ലെ ആൻഡ്രോയിഡ് ലൈസൻസ് ആണ്, ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സിനാണ് ഇതിന് ഇത് വരിക, നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് സാധിക്കും. അപ്പൊ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡിന്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. ഒരു സീറ്റ്സിന്റെ പേരിലാണ് എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് അറിയപ്പെടുക. ചില ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, iOS എന്ന് പറയുന്ന ആപ്പിളിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത്, ആപ്പിൾ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത്, iOS എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം പറയാം. എന്തൊക്കെ ICT എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതാണ് വൈൽ കമ്പ്യൂട്ട്, നമ്മൾ വൈൽ മോഷൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ഫോണാണ്. 5 ടെക്നോളജീസ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ പറഞ്ഞു. ഫസ്റ്റ് ജനറേഷൻ എന്താണ്, വോയിസ് അനലോഗ് മാത്രമാണ്. സെക്കൻഡ് ജനറേഷനകത്ത് എന്ത് പറഞ്ഞു, 2G അകത്ത് എന്ത് പറഞ്ഞു, GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. അതുപോലെ GPRS പറഞ്ഞു. അതുപോലെ തന്നെ എഡ്ജ് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണെന്ന് പറയുന്നത്, തേർഡ് ജനറേഷനകത്ത് WCDMA ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ OFDMA ആണ് ഫോർത്ത് ജനറേഷനകത്ത്. ഫിഫ്ത്ത് LTE ആണ്, LTE ഫോർത്ത് ജനറേഷൻ. അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷൻ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് പറഞ്ഞു, SMS, MMS, അതുപോലെ തന്നെ GPS, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ് ഒക്കെ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. പ്ലാസ്റ്റിക് കാർഡ് എംബഡഡ് വിത്ത് കമ്പ്യൂട്ടർ ചിപ്പ് എംബഡ് ചെയ്തിട്ടുള്ള സ്മാർട്ട് കാർഡ് അല്ലേ, അതിനെയാണെന്ന് പറയാം നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കിന് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, ICT ഇൻ ബിസിനസ് ആണ്. ICT ഇൻ ബിസിനസ് പറയാനുണ്ട്. ബിസിനസ്സിനകത്ത് ICT എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് മാത്രമല്ല IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്ക് പറയാനുണ്ട്, കോപ്പി റൈറ്റ് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻഫ്രിഗ്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കൂ. സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സിം എന്ന് പറയുന്നതിന്റെ എന്താണ്, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂള്, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊബൈല്, സബ്സ്ക്രിപ്ഷൻ. ഏതാണ് ആൻസർ? ഏതാണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂളാണ്. വാട്ട് ഈസ് GPS? എന്താണ് GPS എന്ന് പറഞ്ഞാൽ? GPS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് GPS എന്ന് പറഞ്ഞാൽ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് എന്താണ്, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ് ഈ പറയുന്ന GPS എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ടു ഫൈൻഡ് എന്താണ്, എന്തിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന
ലൊക്കേഷൻസിനൊക്കെ എന്താണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, GPS ഉപയോഗിക്കുന്നത്. പിന്നെ പ്രോട്ടോകോൾ യൂസ്ഡ് SMS ന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്താണ്, SS7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നത്. സിസ്റ്റം അല്ലെ, സിസ്റ്റം എന്താണ് പറയാ 7 എന്ന് പറയുന്ന സിഗ്നലിംഗ് സിസ്റ്റം 7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നത്. നെയിം ദി ടെക്നോളജി യൂസ്ഡ് ടു സെൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് യൂസിംഗ് മൊബൈൽ ഫോൺ. MMS ആണ്. MMS മൾട്ടിമീഡിയ കണ്ടന്റുകൾ അയക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, MMS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെയാണ് വരുന്നത്, നമുക്ക് ഒത്തിരി ക്ലാസ്സുകളൊക്കെ നമുക്ക് വരും, മാരത്തോൺ ക്ലാസ്സുകളൊക്കെ വരും. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി കാണുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.